ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ റസ്ക് കൊണ്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടി ആയിരിക്കും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മിൽക്കിൻ്റെ ലിക്വിഡ് വേണം. അതിന് വേണ്ടി 1 കപ്പ് മിൽക്ക്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ആയാലും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇളം ചൂടുള്ള പാലായിരിക്കണം. നമുക്കിത് റസ്ക് ഡിപ്പ് ചെയ്യാനുള്ള ലിക്വിഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്: റസ്ക്, മിൽക്ക്, ക്രീം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജാമാണ്. ജാം നമുക്ക് ഇഷ്ടമുള്ള ജാം യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജാം നല്ല കട്ടിയിലല്ലായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത്, സാധാ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ജാം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഓരോ റസ്ക്കും ഈ പാലിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇളം ചൂടുള്ള പാലായാലാണ് റസ്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. പിന്നെ പുഡിംഗ് ട്രേയുടെ സൈസ് അനുസരിച്ച് നമുക്ക് റസ്ക്കും മിൽക്കിൻ്റെ മിക്സൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാ റസ്ക്കും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ജാം അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെക്കൻഡ് ലെയർ റസ്ക് ഇതേപോലെ വച്ച് കൊടുക്കാം, പാലിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് വീണ്ടും ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലൊരു കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബൂസ്റ്റ് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ബൂസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഈ കപ്പ് മാറ്റിയിട്ട് ഇതിൻ്റെ മിഡിലേക്ക് കുറച്ച് ക്യാരമലൈസ് ചെയ്ത നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നട്ട്സ് ഇതിൻ്റെ മുകളിലത്തെ ലെയറിൽ ഫുൾ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ജാമും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് എടുത്താൽ നല്ല കേക്കിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ റസ്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ക്രീമൊക്കെ ഉണ്ടെങ്കിൽ, കേക്കൊക്കെ കഴിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.